വകുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച വിവരങ്ങളാണ് എന്ന് നമ്മൾ കരുതുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് ഏറെക്കുറെ സ്ഥിരീകരിച്ച രീതിയിൽ പുറത്തേക്ക് വന്നിരുന്നു. ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, ഗവർണർക്ക് നൽകുന്നു, അതിനുശേഷം അത് അംഗീകരിച്ച് നോട്ടിഫൈ ചെയ്യുക എന്നതാണെന്ന് തോന്നുന്നു അതിന്റെ രീതി. സ്ഥിരീകരിച്ച് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഓരോ മന്ത്രിക്കും ഏതൊക്കെ വകുപ്പുകളെന്ന്? നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു കേട്ട വകുപ്പുകളിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം, അതേപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ ചില മന്ത്രിമാർക്കുണ്ടായിരുന്ന എതിർപ്പടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വകുപ്പുകളിൽ കാര്യമായ മാറ്റം വരുത്തിയിരുന്നു. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്ത പോലെ തന്നെ ഈ വനംവകുപ്പ് ടി സിദ്ദീഖിന് എന്നുള്ള തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് ഷിബു ബേബി ജോണിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് റോജി എം ജോണിന് തൊഴിൽ വകുപ്പ് കൊടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസം കൈമാറുന്നതിൽ കോൺഗ്രസ് ലീഗ് തീരുമാനം ആയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. OJ ജനീഷിന് നേരത്തെ യുവജനക്ഷേമമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഫിഷറീസ് വകുപ്പ് കൂടി കൊടുക്കും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ KA തുളസി, അതായത് മന്ത്രിപ്പട്ടികയിൽ അവസാനം ഇടം പിടിച്ച KA തുളസിക്ക് പിന്നോക്കക്ഷേമ വകുപ്പായിരിക്കും. ഉപവകുപ്പുകൾ മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം അത് ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഏതായാലും ഇതടക്കമുള്ള മാറ്റങ്ങൾ വരുത്തി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ മന്ത്രിമാരുടെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നോർത്ത് ബ്ലോക്കിലെ 3ാം നിലയിലായിരിക്കും. അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസും അതേ നിലയിൽ തന്നെ പ്രവർത്തിക്കും. 2ാം നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസുണ്ട്. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ എന്നിവർ മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഓഫീസിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു എന്നുള്ള ഒരു കൗതുകം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഈ മന്ത്രിമാരുടെ കാർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഫിക്സ് ചെയ്യുക. അതേസമയം പുറത്തുവന്ന വിവരപ്രകാരം രമേശ് ചെന്നിത്തലയ്ക്ക് 21ാം നമ്പർ കാറും OJ ജനീഷിന് 10ാം നമ്പർ കാറും ഷിബു ബേബി ജോണിന് 51ാം നമ്പർ കാറും എന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും തൊട്ടടുത്ത മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും. ഇപ്പോൾ വരുന്ന ഒരു സൂചനകൾ അനുസരിച്ച് പമ്പയിലായിരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താമസിക്കുക എന്നുള്ളതാണ്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ ക്യാബിനറ്റ്, അവരുടെ വസതികളടക്കം, ഔദ്യോഗിക വസതികളടക്കം ക്യാബിനറ്റിലായിരിക്കും നിശ്ചയിക്കുക. അനുജ, ശരി, അതാണിപ്പോൾ ഈ തൊഴിൽ വകുപ്പ് റോജി എം ജോണിന് എന്ന വിവരം അത് സ്ഥിരീകരിച്ച് തന്നെ നൽകാമെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ OJ ജനീഷിന് ഫിഷറീസ് വകുപ്പ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ഒരുപക്ഷെ അത് ലീഗിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആ വകുപ്പ് എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പോഴും ലത്തീൻ സഭയുടെയൊക്കെ വലിയ എതിർപ്പ് അവിടെയുണ്ട്, തങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും അത്തരം അതൃപ്തികളൊക്കെ, അതിന്റെ സ്വരങ്ങളൊക്കെ വരും നാളുകളിലും ഉയർന്നു കേൾക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഉന്നത വിദ്യാഭ്യാസം അത് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന് ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അതിലും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്നൊക്കെയുള്ളത് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. ഒപ്പം തന്നെ മന്ത്രിസഭായോഗ തീരുമാനം എന്ത് എന്നതും ഉടൻ തന്നെ അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.